നമസ്കാരം. തെരഞ്ഞെടുപ്പ് അട്ടിമറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ ആരോപിക്കുന്നതാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇന്ത്യയിൽ സുതാര്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗ് മെഷീനുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിൽ തിരിമറി, വോട്ടെടുപ്പിന് ശേഷം തിരിമറി നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും മെഷീനിൽ പിന്നീട് ആവശ്യമായ പ്രോഗ്രാമിംഗ് നടത്തുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വോട്ടെടുപ്പിലൂടെ അല്ല ചിലരൊക്കെ ഇവിടെ അധികാരത്തിൽ വരുന്നത് എന്ന് നേരത്തെ തന്നെയുള്ള ആരോപണമാണ്. ആ ആരോപണത്തെ സാധൂകരിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം വളരെ വ്യക്തമായി ചില പ്രസന്റേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ശ്രമിക്കുകയും ചെയ്തു വോട്ട് ചോരിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ കഴിഞ്ഞ 9-ാം തീയതി ഇവിടെ നമ്മുടെ കേരളത്തില് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പലയിടങ്ങളിലും കാവൽ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പ്രധാന കാരണമായിട്ട് നമുക്കറിയാം പോളിംഗ് എത്ര ശതമാനം നടന്നു എന്നത്. സാധാരണ മണിക്കൂറുകൾക്കകം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ അത്ര സുതാര്യമായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, സത്യസന്ധമായ വോട്ടെടുപ്പല്ല എന്ന് തെളിയിക്കുന്ന വിധമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകൾ പലയിടങ്ങളിലും തുറക്കാൻ ശ്രമിക്കുകയും എന്നാൽ അത് തടയുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. ഇപ്പോ ഇന്ന് വരുന്ന വാർത്ത, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന വാർത്ത, കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നു എന്നാണ്. അതിന് പറയുന്നത് എന്തൊക്കെയോ ചില സാമഗ്രികൾ വെക്കാൻ വേണ്ടിയിട്ട് അനുബന്ധ റൂം തുറന്നു എന്നാണ്. അനുബന്ധ റൂമായാലും ഏത് റൂമായാലും കൂട്ടി സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാൻ പാടില്ല. സത്യത്തിൽ ദുരൂഹത ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് മാത്രമാണ് എതിർപ്പ് പറയുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ പലരും ശ്രമിക്കുന്നു എന്ന് തെളിയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും ഈ വോട്ടെടുപ്പിന്റെ ശതമാനം പോലും പുറത്തേക്ക് വിടാത്ത സാഹചര്യത്തിലും, മാത്രമല്ല ഈ പോളിംഗ് ഓഫീസേഴ്സായി പണിയെടുത്തിട്ടുള്ളവർക്ക് തന്നെ പകുതിയിലധികം പേർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, പോസ്റ്റൽ ബാലറ്റ് കിട്ടിയിട്ടില്ല, അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണം വന്നപ്പോഴും ഒന്നും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളോ ഇടതുപക്ഷമോ CPM-ഓ പിണറായിയോ ഒന്നും അത്തരത്തിൽ പരാതിപ്പെട്ട് കണ്ടില്ല. ഇതുവരെയും അവർക്ക് പരാതിയില്ല. അതായത് ഇവിടെ സ്ട്രോങ് റൂം തുറക്കുന്നു, മറ്റു തിരിമറികൾ നടന്നില്ലെങ്കിലും അട്ടിമറി നടന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള സംശയങ്ങൾ നോക്കുന്നു, ആരെയും അറിയിക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ഥലത്തല്ല, പലയിടങ്ങളിൽ അതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം, വോട്ടെണ്ണൽ ദിവസമല്ലാതെ സ്ട്രോങ് റൂം തുറക്കാൻ പാടില്ല, അന്ന് മാത്രമേ അതെടുത്ത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് ഇവിടുത്തെ CPM എത്താത്തത്? അതായത് ഇവിടെ പ്രധാനമായി ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനും BJP-യും അതേപോലെ CPM-ഉം ചേർന്നിട്ടുള്ള ഒരു കളി, കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഭരണം പിടിച്ച് മൂന്നാമതും വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ BJP-ക്ക് കുറച്ച് സീറ്റൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് വാസ്തവം എന്നറിയില്ല. പക്ഷെ ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. Different angles. Don't forget to subscribe and support this channel.